അത് നിങ്ങളുടെ ചാനലിന് ക്ഷീണമാണ് കേട്ടോ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ കമന്റുകൾ റിമൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ചാനലിന് സാക്ഷമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അത് തന്നെയാണ് പറയുന്നത്. ഉഷ ഡ്രീം വന്നിട്ടുണ്ട്. എല്ലാരും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം കേട്ടോ. വളരെയധികം സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷത്തോടെ കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്. ടെൻ ബ്ലോഗ് വീഡിയോ കണ്ട് കമന്റ് എന്റെ സുഹൃത്തുക്കളെ, ലോങ് വീഡിയോ കണ്ട് ഞാൻ കുറച്ചു നാളായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട്, അപ്പോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോ ഈ ഒരു പരമ തെണ്ടിക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത്. അപ്പോ എന്താ പറയുന്നേ, ആളാരാണെന്ന് അറിയണ്ടേ? അതായത് ബാബക്ക എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ പല തരത്തിലുള്ള കാകൾ കണ്ടിട്ടുണ്ട്. പാവയ്ക്ക, വെള്ളരിക്ക, പിന്നെ ചീനിക്ക, ഇങ്ങനെ പല തരത്തിലുള്ള കാകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് അതിലും വ്യത്യസ്തമായിട്ട് ഇതൊരു മുതുക്ക് കായാണ് ബാബക്ക എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത ഒരു ബാബക്ക എനിക്കെതിരെ പറയുന്ന വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. ഇത് മാത്രമല്ല, കുറേ ഉണ്ട്. അതായത് മാസങ്ങളായിട്ട് ഈ എണ്ണക്കട്ട തന്തയില്ലാത്തവൻ എന്നെ വെച്ചിട്ട് അവന്റെ ചാനലില് തെറിയ അഭിഷേകം നടത്തുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. മാസങ്ങളായിട്ട് തുടങ്ങിയിട്ട്. അപ്പോ ഈ ഇടയ്ക്ക് പല ആൾക്കാരും എന്റെ ലൈവിൽ വന്ന് പറഞ്ഞു, ഇതുപോലെ ബാബക്ക എന്ന് പറയുന്ന ഒരു സാധനം, കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത ഒരു സാധനം ഇതുപോലെ എന്നെ ചീത്ത വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നാളായി പറയുന്നു. അങ്ങനെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഈ ബാബക്കയുടെ ചാനൽ ഒന്ന് കാണുന്നത്. അപ്പൊ കണ്ടപ്പോ മനസ്സിലായി, അടിപൊളി ഒരു കായാണ് ബാബക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇവൻ ഈ കാനനശാലയിൽ ആണ്ട് നയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്ന സമയത്താണ് ഇരുന്നുകൊണ്ടുള്ള ലൈവ് കേട്ടോ. ലൈവ് എന്ന് പറഞ്ഞാൽ ഈ പുന്നാര മുഖം ഫേസ് അങ്ങനെ വലുതായിട്ട് കാണിക്കാതിരുന്നിട്ടാണ് ഈ മറ്റുള്ളവരെ തെറി വിളിക്കുന്നത്. അപ്പോ എന്താ പറയുന്നേ, ഈ പുന്നാര മോനെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവനെ എടുത്ത് തോട്ടിലിട്ടാൽ പോലും ഇവൻ നനയത്തില്ല. അങ്ങനത്തെ ഒരു വൃത്തിയില്ലാത്ത ഒരു വൃത്തിയായിട്ട ഒരു വർഗം, തലമുടിയും നരച്ച് ഒരു പടുക്കിളവൻ ഇവൻ എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഇവരുടെ സോഷ്യൽ മീഡിയയില് യൂട്യൂബിൽ ഒന്നും പോകാറില്ല. അപ്പോ എടാ വാവക്ക എന്ന് പറയുന്ന പുന്നാര മോനെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നീ കുറെ നാളായിട്ട് എന്റെ പേരും പറഞ്ഞുകൊണ്ട് നീ തെറി അഭിഷേകം നടത്തുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും നിന്റെ ലൈവിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോടാ വാവക്കെ? ഞാനും സുനിൽരാജ് എന്ന് പറഞ്ഞ, അതായത് സുനിൽരാജ് എന്ന് പറയുന്ന പയ്യനാണ്. അവന് 8-10 ഐഡിയ എടുത്തിട്ട് ഈ വാവക്കയുടെ ലൈവിൽ ചെന്നിട്ട് തെറി പറയുന്നതാണ് ഈ ബാവക്ക പറയുന്നത്. അപ്പോ പുന്നാര മോനെ വാവക്കായെ, നീ അത്ര വലിയ മഹാനോ ഒന്നും അല്ല. കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത യൂട്യൂബ് കണ്ടുപിടിച്ചത് നീയാണ് എന്ന് പറയുന്ന പാവക്കായെ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. എപ്പോഴെങ്കിലും നിന്റെ ലൈവിൽ ഞാൻ വന്നിട്ടുള്ളതായിട്ട് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? എടാ പാവക്ക എന്ന് പറയുന്ന പുന്നാര മോനെ, ഒരു ഫേക്ക് ഐ ഡി വരുമ്പോൾ അത് ഫേക്ക് ഐ ഡി ആണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നീ എന്തോ ഉണ്ടാക്കാനാണ് നീ ഈ കോപ്പിലെ യൂട്യൂബിലും വെച്ചോണ്ടിരിക്കുന്നത്? കേട്ടോ പാവക്ക. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ലൈവില് വന്നിരുന്നോ? ഞാൻ ലിങ്ക് കൊടുത്ത് കൊണ്ടിരുന്നാണ് അതൊക്കെ. കണ്ടോ? നിങ്ങളെ ലിങ്ക് കൊടുത്ത് കൊണ്ടിരുന്നാണ് ഈ പാട്ടിലേക്കുള്ളത്. അതെ, പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം നമ്മുടെ തേങ്ങ പോലെ നീ ഈ മുതുക്കേ, എടാ ഈ മുതുക്ക സാധനമേ, എടാ പന്ന തെണ്ടിട മോനെ, നീ എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ എപ്പോഴെങ്കിലും നിന്റെ ലൈവിൽ വന്നിട്ടുണ്ടോ? പറയടാ.
നിനക്ക് ഞാൻ 2-3 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് നീ എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. നിനക്ക് റിപ്ലൈ പറയാൻ കഴിവുണ്ടോ? ആഹാ ആ പോലെ പോലെ ആ അല്ല വാവക്കയുടെ പോലെ വാവക്ക എന്ന് പറഞ്ഞാൽ നീ ഒരു മുതുക്ക് കായ. ഞാനും മുതുക്ക് തന്നെയാണ്, എനിക്കും പ്രായമുണ്ട് കേട്ടോ. എന്നാലും എടാ മുതുക്ക് കായേ, നീ ഈ യൂട്യൂബ് കണ്ടുപിടിച്ച ഇവനാണെന്നുള്ള രീതിയിൽ പലവാനും ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകളുടെ സംരക്ഷകനാണ്, 6 കെട്ടിയിട്ടുണ്ട് കേട്ടോ. 6 കെട്ടി ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്നവനാണ് ഈ ഇരുന്ന് വാവക്കായ. പിന്നെ നല്ല രീതിയിൽ ഉപദേശങ്ങളൊക്കെ കൊടുക്കും ഈ പുന്നാര മോൻ. എന്നിട്ടാണ് കാര്യമറിയാതെ നിരപരാധിയായ എന്നെ ഈ വാവക്കായോ എന്ന് പറയുന്ന തെണ്ടി ചീത്ത വിളിക്കുന്നത്. എടാ പുന്നാര മോനെ, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ എന്റെ ലൈവിലൊന്ന് വാ. നിനക്കുള്ള മറുപടി ഞാൻ അവിടെ തരാം. വന്ന് ഒരു മെസ്സേജ് ഇടാൻ ഞാൻ നിന്റെ പല പ്രാവശ്യം പറഞ്ഞു. നീ ഈ കാര്യമറിയാതെ എന്നെ വന്നിരുന്ന് തെറി വിളിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? നിന്റെ ഈ പച്ച തെറി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാതൊരു തെറ്റും നിന്റെ അടുത്ത് ചെയ്തിട്ടില്ല, നിന്റെ ലൈവ് വന്നിട്ടില്ല. നീ മാസങ്ങളായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നീ പറയുന്നുണ്ട് ഞാൻ പല സ്ത്രീകളുടെ ലൈവിൽ പോയി ചീത്ത വിളിക്കുന്നുണ്ട്. എടാ അങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണാൻ അവർക്കറിയാം. നിന്നെ പോലെ ഒരു പാവക്കായ്ക്ക് പകരമുള്ള വാവക്കായെ നിന്റെ ആവശ്യം കൂടെ ഇല്ല കേട്ടോ പുന്നാര മോനെ. നിങ്ങളുടെ ഞാൻ പല പ്രാവശ്യം മെസ്സേജ് അയച്ചപ്പോ നീ എന്റെ ID നീ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോ എനിക്ക് എടാ കഴിവറ മോനെ നിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്. നിന്റെ വാലാട്ടി പട്ടികൾ കുറെ എണ്ണമുണ്ട്. ഇവന്റെ വാലാട്ടി പട്ടികൾ ഈ വീഡിയോ കാണണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ പുന്നാര മോനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ചാനലില് ഒരു ഇത് വരുമ്പോൾ, അതായത് ഒരു മെസ്സേജ് വരുമ്പോൾ അവന്റെ ID ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നീയൊക്കെ വന്നിരുന്ന് കുറെ എണ്ണം വന്നിരുന്ന് കോണാവധിയാൻ അടിക്കുമല്ലോ. ഇയാളൊക്കെ നാണമില്ലടാ നിനക്കൊക്കെ ഈ പാവക്കാരുടെ മറ്റേ കായും താനും കൊണ്ട് നടക്കാൻ. ഈ അലപരാധിയുടെ യൂട്യൂബ് കണ്ടുപിടിച്ചത് എവനാണെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് കൊടുക്കൂ. ഇവൻ മഹത്തരം കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് വിളമ്പുന്നതാണ്. എടാ പാവക്കായ, എടാ തെണ്ടി, പല വാപ്പയ്ക്കുണ്ടായവനെ ഞാൻ ഇങ്ങനെ തന്നെ നിന്നെ വിളിക്കും. കാരണം ഞാൻ മഹാത്മാഗാന്ധിയോ യേശു ക്രിസ്തു എന്നല്ല. ഒരു കരണത്തടിക്കുമ്പോ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എടാ പുന്നാര മോനെ, എനിക്ക് നിന്റെ അടുത്ത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എപ്പോഴെങ്കിലും ഞാൻ നിന്റെ ലൈവിൽ വന്നിട്ട് നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു തെളിവെന്ന് കാണിച്ചു. പിന്നെ ഒരാഴ്ചക്ക് മുമ്പ് നിന്റെ ലൈവിൽ വന്ന് ഞാൻ മോശമായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞു. നീ എനിക്ക് റിപ്ലൈ നീ തന്നിട്ടില്ല. അതിനകത്ത് ഞാൻ നിന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിന്റെ മെസ്സേജ് ഒക്കെ അതിൽ കാണുമല്ലോ. പിന്നെ എന്റെ മൊബൈൽ ആരുടെ കയ്യിൽ വേണമെങ്കിൽ തരാം. പുന്നാര മോനെ, നീ ഒന്ന് തെളിയിച്ചതാ. ഞാൻ എത്ര പ്രാവശ്യം നിന്റെ ലൈവിൽ വന്നിട്ടുണ്ടോ? നീ മാസങ്ങളായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. എന്നെയും സുനിൽ രാജ് എന്ന് പറയുന്ന അവനെയും കൂടി നീ ചേർത്ത് ചീത്ത വിളിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം നിന്റെ ലൈവിൽ വന്നപ്പോ നിന്റെ ആസനം താങ്ങുന്ന വാലാട്ടി പട്ടികൾ പറഞ്ഞിട്ട് ഒറിജിനൽ ID ആണെന്ന് പറഞ്ഞിട്ട് പോലും നീ അത് സമ്മതിക്കാതെ എന്നെ ഞാൻ പറഞ്ഞതിന് നീ റിപ്ലൈ തരാതെ ചീത്ത വിളിച്ചു. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ പൊന്നാര മോനെ? പിന്നെ എന്റെ വാവക്കായ വെച്ചിട്ട് ഞാൻ ഒരു കണ്ടന്റ് എടുത്ത് കുറെ നാൾ ഓടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ വാവക്കായ കാണുന്ന ചോലയിൽ ആട് മേയ്ക്കുന്നതും പിന്നെ ഒരുത്തന്നെ 60,000 രൂപ ആയിട്ടെന്ന് പറഞ്ഞപ്പോ ബാങ്കിൽ പൈസ എടുക്കാൻ ഓടിയ ഓട്ടങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞു. പറഞ്ഞറിഞ്ഞാണ് നിന്റെ വീഡിയോ കോപ്പൊന്ന് നീ കണ്ടിട്ട് പറഞ്ഞല്ലോ കേട്ടോ. അപ്പൊ പൊന്നുമോനെ, ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്ന് റിപ്ലൈ താ. പിന്നെ നീ ഒന്ന് ആലോചിക്കണം, ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്രത്തോളം അപമാനിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ കഴിവിന്റെ പരമാവധി ഒതുങ്ങി ജീവിക്കുമ്പോൾ വീണ്ടും നമ്മുടെ തലയിൽ കയറാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേട്ടോടാ വാവക്കായെ, കേട്ടോ. സ്ത്രീകളൊക്കെ വന്നിരുന്നവന്റെ ഉപദേശം കേൾക്കുന്നതാണ്. എന്തോ ഒരു ഉപദേശം എന്ന് പറയാ. ഇവൻ കാണിച്ചിട്ടുള്ള പുണ്യ പ്രവർത്തനം കുളിക്കാൻ നനയ്ക്കുകയും ചെയ്യാത്ത ഒരു കണ്ട അലപരാധിക്കുണ്ടായ തെണ്ടി. എന്റെ മോന്താണ്ടില്ല അവിടെ ഒന്നുകൂടെ കാണിച്ചു. നഗരത്തലക്കലെ അങ്കത്തട്ടിൽ മയിലിനെ പോലെ പറന്നു കയറി അരിനോടേരുമായി ചെയ്തവർ 6-7 നാഴിക അംഗം വെട്ടി. പിന്നെ പുന്നാര മോനെ, നിന്റെ ഫോട്ടോയും എല്ലാം വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും കേട്ടോ. നീ ചെയ്യണം കേട്ടോടാ പാവക്കായ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.